നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. 263 പോളിംഗ് സ്റ്റേഷനുകളിലായി 2.32 ലക്ഷം വോട്ടർമാർ നാളെ വിധിയെഴുതും. നിശബ്ദ പ്രചരണ ദിനത്തിലും പുത്തൻ വിവാദങ്ങൾ കത്തുകയാണ് നിലമ്പൂരിൽ. മുണ്ടേരി ആദിവാസി ഉന്നതിയിലെ വോട്ടർമാർക്കായി ഉദ്യോഗസ്ഥർ പുഴ കടന്നെത്തി പോളിംഗ് ബൂത്ത് സജ്ജമാക്കി. പോളിംഗ് ബൂത്തുകളും സുരക്ഷാ സംവിധാനങ്ങളും സജ്ജം. കൂട്ടലും കിഴിക്കലുമായി മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകൾ. വനത്തിനുള്ളിലെ 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകൾ വൻ സുരക്ഷയിലാണ് പോളിംഗ് രേഖപ്പെടുത്തുക. ചാലിയാറിന് മറുകരയിലെ മുണ്ടേരി ആദിവാസി ഉന്നതിയിലെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പുഴയ്ക്കക്കരെ തന്നെ പോളിംഗ് ബൂത്ത് സജ്ജമാക്കി. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ പുഴ കടന്നെത്തി ബൂത്ത് തയ്യാറാക്കി. പോളിംഗ് ബൂത്തുകളും സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്. നമുക്ക് 14 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും CCTV കവറേജ് ഉണ്ട്, വെബ്കാസ്റ്റിംഗ് ഉണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മൈക്രോ ഒബ്സർവേഴ്സിൽ 6 പേര് IAS ഓഫീസേഴ്സാണ്. അത് പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ് പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളത്. നിശബ്ദ പ്രചാരണ ദിനത്തിലും സജീവമാണ് മുന്നണികൾ. കോരിച്ചൊരിയുന്ന മഴയിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. പാർട്ടി വോട്ടുകൾക്ക് പുറമെയുള്ള നിഷ്പക്ഷ വോട്ടുകൾ ആരുടെ പെട്ടിയിൽ വീഴും എന്നതാണ് നിലമ്പൂരിന്റെ വിധിയെഴുത്തിൽ നിർണായകം. റിപ്പോർട്ടർ, നിലമ്പൂർ.